ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് ഇനി വരാനുള്ള 9,72,00,000 രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനം. വാസ്തവത്തിൽ 2021-22 കാലയളവിൽ അന്ന് മൈനോറിറ്റി മിനിസ്ട്രിയുടെ പദ്ധതിയുടെ ഭാഗമായി മൈനോറിറ്റി മിനിസ്ട്രിയുടെ പദ്ധതിയാണെങ്കിലും 60-40 എന്നുള്ള നിലയിലാണ് 9,72,00,000 രൂപ അതിനു വേണ്ടിയിട്ട് തുകയ്ക്ക് പ്രോജക്റ്റിന് അനുവദിച്ചപ്പോൾ അതിൽ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ്. ഇത് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് വഴിയാണ് ഇതിന്റെ പ്രൊപ്പോസൽ കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടതും അത് അംഗീകരിക്കപ്പെട്ടതും. അപ്പോൾ 2021-22 പ്രോജക്റ്റാണ്. അതിന്റെ നിർവഹണം മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ഇതില് ഈ സ്ഥലം സംബന്ധിച്ച കാര്യത്തിലുള്ള NOC-യുമായി ബന്ധപ്പെട്ട് 2024 ഇവിടെ നിന്ന് അപേക്ഷ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കുക MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് 2020-ലാണ് 67 ലക്ഷം രൂപ ഉപയോഗിച്ച് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് രക്ഷാ പദ്ധതിയും ഗൈനക്കോളജി വിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കി 10 ബെഡ് ICU അന്ന് മുനിസിപ്പാലിറ്റി ചെയ്യുകയുണ്ടായി. അതുപോലെ നമ്മുടെ നിരവധി പ്രവർത്തനങ്ങളിൽ 84 ലക്ഷം രൂപ ഉപയോഗിച്ച് പിന്നെ ഒരു 18 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് 5 മെഡിക്കൽ ICU ഉൾപ്പെടെ നമ്മൾ 2023 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് ഇനി വരാനുള്ള 9,72,00,000 രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനം. വാസ്തവത്തിൽ 2021-22 കാലയളവിൽ അന്ന് മൈനോറിറ്റി മിനിസ്ട്രിയുടെ പദ്ധതിയുടെ ഭാഗമായി മൈനോറിറ്റി മിനിസ്ട്രിയുടെ പദ്ധതിയാണെങ്കിലും 60-40 എന്നുള്ള നിലയിലാണ് 9,72,00,000 രൂപ അതിനു വേണ്ടിയിട്ട് തുകയ്ക്ക് പ്രോജക്റ്റിന് അനുവദിച്ചപ്പോൾ അതിൽ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ്. ഇത് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് വഴിയാണ് ഇതിന്റെ പ്രൊപ്പോസൽ കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടതും അത് അംഗീകരിക്കപ്പെട്ടതും. അപ്പോൾ 2021-22 പ്രോജക്റ്റാണ്. അതിന്റെ നിർവഹണം മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ഇതില് ഈ സ്ഥലം സംബന്ധിച്ച കാര്യത്തിലുള്ള NOC-യുമായി ബന്ധപ്പെട്ട് 2024 ഇവിടെ നിന്ന് അപേക്ഷ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കുക. CA ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ്. വണ്ടൂരിൽ ബഹുമാനപ്പെട്ട AP അനിൽകുമാർ MLA-യുടെ മണ്ഡലത്തിൽ. അവിടെ തന്നെ തിരുവാലിയിലും CHCA ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമായി അതും പ്ലാൻ ഫണ്ട് തന്നെയാണ് 37 ലക്ഷം രൂപ. PHCA FHC ആയിട്ട് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുന്നത് നിലമ്പൂരിൽ 15 ലക്ഷം രൂപ ഉപയോഗിച്ച് അമരമ്പലത്ത്. അതുകൂടാതെ ബഹുമാനായ ശ്രീ P അബ്ദുൽ ഹമീദ് MLA-യുടെ പള്ളിക്കുന്ന് മണ്ഡലത്തിൽ അവിടെയും PHC FHC ആയി ഉയർത്തുകയാണ്. 18 ലക്ഷം രൂപയാണ് ഉപയോഗിക്കുന്നത്. അവിടെ 15 ലക്ഷം രൂപ സർക്കാരും LSDയുടെ 3 ലക്ഷം രൂപയുമുണ്ട്. അത് കടലുണ്ടി നഗരം FHC ആണ്. അപ്പൊ ഈ പദ്ധതി